എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ എന്താണ് പറയാൻ പോകുന്നത് തംബ്നെയിൽ കണ്ടപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അതായത് നമ്മുടെ ഫോട്ടോകളൊക്കെ എഡിറ്റ് ചെയ്യാൻ വളരെ നമുക്ക് ഇഷ്ടമാണ്. നമ്മളിപ്പോൾ നല്ല നല്ല മൊമെന്റ്സിലൊക്കെ എടുക്കുന്ന ഫോട്ടോകളൊക്കെ വളരെ വ്യത്യസ്തമായ രീതിയിൽ മറ്റുള്ളവർ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് ആകർഷണം തോന്നുന്ന രീതിയിലൊക്കെ എഡിറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം നമുക്ക് ഒരുപാട് എഫേർട്ടൊക്കെ എടുത്ത് എഡിറ്റ് ചെയ്യുന്നുണ്ട്. ചില സിമ്പിളായിട്ട് ചില ആപ്ലിക്കേഷൻ വഴി എഡിറ്റ് ചെയ്യുന്നവരുണ്ട്. ഇതുകൊണ്ട് ഇപ്പോൾ ഞാൻ ഈ ഒരു സ്ക്രീനിൽ തന്നെ ഇതുണ്ട് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇമേജുകളെല്ലാം ഇപ്പോൾ ഇതെല്ലാം ഞാൻ എഡിറ്റ് ചെയ്ത ഫോട്ടോസുകളാണ് നിങ്ങളിപ്പോൾ ഈ ഒരു സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ സിമ്പിളായിട്ട് ചെയ്യാം എന്നുള്ളൊരു കാര്യമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. കാര്യം ഫോട്ടോ എഡിറ്റിങ്ങിനെ പറ്റി ഇല്ലെങ്കിൽ ഫോട്ടോ സോഷ്യൽ മീഡിയയിലൊക്കെ നല്ല രീതിയിൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും ഉപകാരപ്രദമാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഈ ഒരു വീഡിയോയുടെ പറ്റിയുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളും താഴെ കാണുന്ന കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും അന്നേരം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ ഒരു നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ഇന്നൊരു യൂട്യൂബ് ചാനൽ പരിചയപ്പെടുത്തുന്നുണ്ട്. C.R DuDe എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലാണ്. C.R DuDe എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ. ഈ ഒരു യൂട്യൂബ് ചാനൽ ലൈഫ് സ്റ്റൈൽ വ്ളോഗും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ചാനൽ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോസുകൾ. ചാനലിലെ ലിങ്ക് താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോസുകളെല്ലാം നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിനായിട്ട് നമ്മൾക്ക് ഒരു ആപ്ലിക്കേഷൻ ആവശ്യമാണ്. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ആദ്യം കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ആ ആപ്ലിക്കേഷനിലോട്ട് ചെന്ന് നിങ്ങൾക്കൊന്നും മനസ്സിലാകത്തില്ല. അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ ഒന്ന് മാക്സിമം കാണാൻ നിങ്ങൾ എല്ലാവരും ശ്രമിക്കുക. ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനൊരു ഇന്റർഫേസിനകത്ത് ആദ്യം തന്നെ നിങ്ങൾ പെർമിഷനും കാര്യങ്ങളെല്ലാം നിങ്ങളോട് അലോ ചോദിക്കും. അപ്പോൾ ഇതിനകത്ത് പെർമിഷനും കാര്യങ്ങളെല്ലാം നിങ്ങളൊന്ന് വായിച്ച് നോക്കിയതിനു ശേഷം മാത്രം അലോ ചെയ്ത് കൊടുക്കുക, അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കുക. ശേഷം നിങ്ങൾക്ക് ഇതിനകത്ത് 3 ബോക്സുകളിലായിട്ട് ഒരുപാട് ഓപ്ഷനുകൾ കാണാം. ഇതിനകത്ത് നല്ല രീതിയിൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് എഫക്റ്റുകളും കാര്യങ്ങളും എല്ലാം വെച്ച് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് അതിൻ്റെ രണ്ടാമത്തെ ഓപ്ഷനായിട്ട് എഫക്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു ബോക്സിനകത്ത്. ആ ഒരു ബോക്സിനകത്ത് എഫക്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. എഫക്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഇമേജുകൾ ടെംപ്ലേറ്റ്സുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. വ്യത്യസ്തമായ രീതിയിലുള്ള ഇമേജുകൾ. ഇതൊക്കെ കാണുമ്പോൾ തന്നെ ഇങ്ങനെയൊക്കെ നമ്മുടെ ഫോട്ടോസൊക്കെ വെച്ച് നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യാൻ ഇപ്പോൾ തന്നെ വലിയൊരു ആഗ്രഹം എല്ലാവർക്കും തോന്നാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിനകത്ത് ഒരുപാട് ടെംപ്ലേറ്റ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടെംപ്ലേറ്റ്സ് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ഇപ്പോൾ ഞാനൊരു സാമ്പിൾ നിങ്ങളെ കാണിക്കാനായിട്ട് ഒരു ടെംപ്ലേറ്റ്സ് തിരഞ്ഞെടുക്കുകയാണ്. തിരഞ്ഞെടുത്തതിന് ശേഷം നമ്മൾക്ക് ഇതിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഗ്യാലറിയിലോട്ട് പോകുമ്പോൾ നമുക്കൊരു ഗ്യാലറിയുടെ പെർമിഷൻ ചോദിക്കും. ആ പെർമിഷൻ അലോ ചെയ്ത് കൊടുത്തതിന് ശേഷം ഗ്യാലറിയിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു ഫോട്ടോ തിരഞ്ഞെടുക്കാം. ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു ഫോട്ടോ തിരഞ്ഞെടുത്തതിന് ശേഷം ഇതിനകത്ത് 2 സ്കാനിങ്ങുകളാണ്. ഒന്ന് നമുക്ക് നമ്മുടെ കൈ കൊണ്ട് തന്നെ നമ്മുടെ എഡ്ജസ് എല്ലാം ക്രോപ്പ് ചെയ്തെടുക്കാം. ഇല്ലെങ്കിൽ ഇതിന് ഓട്ടോമാറ്റിക് ക്രോപ്പിംഗ് ഉണ്ട്. ഓട്ടോമാറ്റിക് ക്രോപ്പിംഗ് ആണ് എല്ലാ ഭാഗവും കൃത്യമായിട്ട് ഈ ഒരു ആപ്ലിക്കേഷനിൽ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ക്രോപ്പ് ആകും. അപ്പോൾ ഇതിനകത്ത് ഞാനിപ്പോൾ ഈ ഒരു ഫോട്ടോ ഓട്ടോമാറ്റിക് ആയിട്ടാണ് പോകുന്നത്. ചില ഫോട്ടോകളൊക്കെ എഡിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ തന്നെ അതിന്റെ ചുറ്റിനും വരച്ച് നമ്മൾ ആ ഒരു ഫോട്ടോ മാത്രമായിട്ട് സെലക്ട് ചെയ്യണം. നമ്മളിപ്പോൾ ഈ ഒരു ഫോട്ടോ തിരഞ്ഞെടുക്കുമ്പോൾ തന്നെ ഇപ്പൊ ആ ഒരു നമ്മൾ തിരഞ്ഞെടുത്ത ടെംപ്ലേറ്റ്സ് ഇപ്പൊ എൻ്റെ ഒരു ഫോട്ടോയിൽ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതിന്റെ തൊട്ട് താഴെയായിട്ട് നിങ്ങൾ നോക്കുമ്പോൾ ഈ ഒരു ടെംപ്ലേറ്റ്സ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേറെ ടെംപ്ലേറ്റ്സുകൾ നിങ്ങൾക്ക് ഈ ഒരു ഇമേജ് ക്രോപ്പായ ഇമേജിലൂടെ നിങ്ങൾക്ക് വെച്ച് നോക്കാം. ജസ്റ്റ് ഒന്ന് താഴോട്ടും ജസ്റ്റ് സ്ക്രോൾ ചെയ്തിട്ടാൽ മാത്രം മതി. നിങ്ങൾക്ക് ഇങ്ങനെ മനോഹരമായിട്ട് ഫോട്ടോകളും കാര്യങ്ങളും എല്ലാം എഡിറ്റ് ചെയ്യാൻ നിങ്ങളുടെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, വാട്സപ്പിന്റെ സ്റ്റാറ്റസ് ഇങ്ങനെ നിങ്ങൾക്ക് എല്ലാ മേഖലയിലും നിങ്ങൾക്ക് ലൈക്കുകളെല്ലാം വാരി കൂട്ടാനൊക്കെ സാധിക്കും. അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി ടാബ് ഒക്കെ എനേബിൾ ആയി കിട്ടിയവർക്ക് നിങ്ങളുടെ കമ്മ്യൂണിറ്റി ടാബിലൊക്കെ നിങ്ങൾക്ക് ഇതുപോലത്തെ നല്ല നല്ല ഫോട്ടോസുകളൊക്കെ അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഫോട്ടോ ആണോ ആ ഫോട്ടോ എല്ലാം എഡിറ്റ് ചെയ്തതിനു ശേഷം അതിനകത്ത് അപ്ലൈ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ അപ്ലൈ ആവും. നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ ഗാലറിയിൽ ആ ഒരു ഫോട്ടോ സേവ് ആകുന്നതാണ്. ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ വാട്സപ്പിൽ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് സ്റ്റാറ്റസ് സ്റ്റോറി എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം.
ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇപ്പോൾ താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായോ എന്നുള്ള കാര്യങ്ങളെല്ലാം താഴെ കാണുന്ന കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ വീഡിയോ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. തുടർന്നുള്ള ബെൽ ഐക്കൺ ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും അന്നേരം തന്നെ നിങ്ങളുടെ ഫോണിൽ ഒരു നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്. കാര്യം നമ്മൾക്ക് ഒത്തിരി ദിവസമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്യാതെയാണ് വീഡിയോ ചെയ്യുന്നത്. നമ്മുടെ ഫോണിന്റെ ഒരു പ്രോബ്ലം ആണ് എന്ന് ഞാൻ നിങ്ങളോട് ഒരു വീഡിയോയിലൂടെ പറഞ്ഞിരുന്നു. അത് പരിഹരിക്കപ്പെട്ടു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ വീഡിയോ എങ്ങനെയായി തീരുമെന്ന് നമുക്ക് എഡിറ്റ് ചെയ്യുമ്പോൾ മാത്രമേ അറിയത്തുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ഗീവ് അവേ കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞിരുന്നു. അതിന്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ 31-ാം തീയതി ആയിരിക്കും കാണുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്ത് നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കളിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും